ഒന്നും പറയാൻ നിർത്തിയില്ല. ഇപ്പോഴത്തെ ആൾക്കാരോട് ഒന്നും പറയാനും പറ്റില്ല. ആ വേഷം എങ്ങനെ വേണം എന്നുള്ളത് ഒന്നുകൂടി രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് അറിവില്ലെങ്കിൽ സംഘാടകർ പറഞ്ഞു കൊടുക്കുക. കൃഷ്ണൻ നാരായണൻ മുതൽക്ക് ഇങ്ങോട്ട് എല്ലാവർക്കും അദ്ദേഹത്തിന് ഹൈദരാലിയെ വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. കാരണം തന്നെയാണ് അറിഞ്ഞ് പാടുക, അങ്ങനെയായിരുന്നു. ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഷോർട്ട് ട്രൗസറും ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ നിർത്തിയില്ല. ഇപ്പോഴത്തെ ആൾക്കാരോട് ഒന്നും പറയാനും പറ്റില്ല. ഇത് ഒന്ന് പറ്റും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രംഗത്തേക്ക് പോണത് സംഘാടകരുടെ തമ്മല്ലാണ്ട് പോകില്ലല്ലോ, ഉറപ്പല്ലേ? പോകുമ്പോൾ ആ വേഷം ശരിയല്ല, അതൊന്നും മാറ്റൂ. മറ്റേ അവർക്ക് ഇങ്ങനത്തെ വേഷം ഇഷ്ടം നിർത്തിയില്ലല്ലോ ആർക്ക്, സംഘാടകർക്കേ. അപ്പോൾ ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ ന്യായമാണ്. വളരെ ന്യായം എന്നല്ല, അങ്ങനെ ചെയ്യരുത് ഉറപ്പായിട്ടും. ഭക്തി എന്ന് മാത്രമൊന്നുമല്ല, അല്ലെങ്കിലും ഉള്ള ഒരു കാര്യമുണ്ട്. കലാവിഷയങ്ങളെ സംബന്ധിച്ച് വേഷം എന്തെങ്കിലും ആയിക്കോട്ടെ, പാട്ട് നന്നോ, ആ പാട്ടാണെങ്കിൽ പാട്ട് നന്നോ എന്ന് ചോദിക്കണം വ്യക്തികളോട്, മറുപടിയൊന്നും പറയാതിരിക്കുക നല്ലത്. പാട്ട് മാത്രം കേൾക്കലല്ലോ, മനുഷ്യനെ കാണും ചെയ്യുമല്ലോ. അപ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വേഷം എങ്ങനെ വേണം എന്നുള്ളത് ഒന്നുകൂടി രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് അറിവില്ലെങ്കിൽ സംഘാടകർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യം അതാണ്. വേദിയിൽ ആശാനും ഹൈദരാലി അദ്ദേഹവും തമ്മിലുള്ളത് വളരെ നന്നായിട്ട് അങ്ങോട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി അദ്ദേഹം പാടിയിരുന്നു. മനോധർമ്മം അനുസരിച്ച് അദ്ദേഹത്തിന് അങ്ങയുടെ മനസ്സ് വായിച്ചുകൊണ്ട് പിന്നെ പാടാൻ പറ്റിയിരുന്നു. അല്ലാതെ എൻ്റെ മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഹൈദരാലിയെ സംബന്ധിച്ച് ഹൈദരാലി മറ്റുള്ളവർക്കും വലിയ സ്വാധീനമുള്ള പാട്ടുകാരനായിരുന്നു. പക്ഷേ എനിക്ക് ഹൈദരാലിയുടെ പാട്ട് സ്വാധീനം നല്ലോണം കിട്ടിയിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുദ്ര കാണിക്കുന്നതാണല്ലോ നമ്മളുടെ ഈ ആംഗ്യഭാഷ ആണല്ലോ വർത്തമാനം പറയണത്. അതായത് വാചികയല്ലല്ലോ. അപ്പോൾ അത് വാചിക ഉണ്ടാക്കുന്നത് പാട്ടല്ലേ. അപ്പോൾ ആ പാട്ടും ആ മുദ്ര ആ പാടുന്നതിൻ്റെ ഒപ്പമുള്ള മുദ്രയും ഒക്കെ കൂടിയാകുമ്പോൾ യോജിപ്പ് കുറേ കൂടുതൽ കിട്ടും. അത് മറ്റുള്ളവർക്ക് ചില ആൾക്കാർക്ക് കൂടുതൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വാസ്തവം. ഇപ്പോൾ കൂടുതലും ഈ ഹൈദരാലിക്ക് അത് പ്രത്യേക നിഷ്കർഷയായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. അതായത് എൻ്റെ മാത്രമൊന്നുമല്ല, ആരുടെ ആയാലും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കഥകളിയിലുള്ള അതായത് കൃഷ്ണൻ നാരായണൻ മുതൽക്ക് ഇങ്ങോട്ട് എല്ലാവർക്കും അദ്ദേഹത്തിന് ഹൈദരാലിയെ വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. കാരണം തന്നെയാണ് അറിഞ്ഞ് പാടുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹൈദരാലിക്ക് അദ്ദേഹത്തിന് ചില ക്ഷേത്രങ്ങളിൽ പിന്നെ കയറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ കോമ്പൗണ്ടിൽ പുറത്ത് നിന്ന് പാടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അല്ല, പാടേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അതായത് കൊല്ലത്തടുത്ത് കൊട്ടാരക്കര അടുത്ത്, എനിക്കിപ്പോൾ ആ സ്ഥലപ്പേര് മറന്നു. അവിടെ എന്തായാലും ഇപ്പോൾ അത് ഓർമ്മയില്ല, അമ്പലത്തിൻ്റെ പേര് ഓർമ്മയില്ല. നല്ല ഓർമ്മ ഉണ്ടായാൽ ഉണ്ടായുള്ള സ്ഥിതി അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പാടാൻ പാടില്ല പറഞ്ഞു. മതിൽ പൊളിച്ചിട്ട് പിന്നെ അവങ്കേപ്പുറത്ത് സ്റ്റേജ് കെട്ടി, വേഷക്കാർ മതിലിൻ്റെ അപ്പുറത്ത്, പാട്ടുകാരവിടെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അമ്പലത്തിൻ്റെ പേര് മറന്നു, അതപ്പോൾ ഓർമ്മയില്ല, മറവി ഭയങ്കര അപ്പോൾ ഈയിടെയായിട്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് വീക്കിലുണ്ടായിട്ടുണ്ട്. മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത് എന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കേട്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ പള്ളത്ത് വന്നിട്ട് ഹൈദരാലി കേട്ടില്ല. മാതാൻ ചേട്ടനെ വിളിച്ച് പാടിക്കും. അതെയോ? ആ, അത് അന്ന് ഞാനില്ല ഒന്നും. അത് ഇല്ല, ഞാൻ 70-ന്റെ ആദ്യം ഞാനത്തെ ചെറിയ കുട്ടിയായിരിക്കും. സംഭവിച്ചു 70-ൽ ആ സമയത്തൊക്കെ ഈ സ്വതവേ അയാളുടെ കത്തി നിൽക്കണ കാലമാണ്. അല്ല, നല്ലോണം പ്രവർത്തിച്ചിരുന്ന കാലമാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. എവിടെയൊക്കെയോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ ഇങ്ങനെ പള്ളത്തുണ്ടായി എന്നുള്ളത് വള്ളം ചന്ദ്രേട്ടനും പറഞ്ഞിട്ടില്ലേ അത്. അതെ. അയാളെ അങ്ങനെ നാട്ടുകാർക്ക് എതിർപ്പാണെങ്കിൽ എങ്ങനെയാണ് കൃഷ്ണനാരാശം ചോദിക്കുന്നത്? ആ